മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. സുഖശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. സുഖശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. ടിപ്പുവിൻ പടയോട്ട കുളമ്പടി കേട്ടതും മോചന സമരത്തിൻ പടയോട്ട കുളമ്പടി കേട്ടതും മോചന സമരത്തിൻ കാകളമോർത്തതും ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ, ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ. സുഖശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. ശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. ും സാഹോദര്യത്തിൻ്റെ മഹിമയാണീ നാടിൻ നേട്ടം. ജാതികൾക്കപ്പുറം സാഹോദര്യത്തിൻ്റെ മഹിമയാണീ നാടിൻ നേട്ടം. ശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. സുഖശീതള ഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാനാ. പ്രതീക്ഷകൾ നശിച്ചവർക്കൊരു ഹസ്തമയെത്തുന്നു ഈ സ്വദേശിയ. ജീവിത പ്രതീക്ഷകൾ നശിച്ചവർക്കൊരു ഹസ്തമയെത്തുന്നു ഈ സ്വദേശിയ. കഥ പറയുന്ന മുക്കം, കഥ പറയുന്ന മുക്കം.
വിശ്വപ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന ആദ്യ നോവലിലൂടെ പുറംനാടുകളിലെത്തിയ മുക്കം. മുക്കത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മലബാറിലെ ഈ കുഗ്രാമത്തെ പോലെ മനോഹരമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 30 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദര ഗ്രാമമാണ് മുക്കം. ഇത് പഴയ മദിരാശി സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്ന കോഴിക്കോട് താലൂക്കിന്റെ ഭാഗമായിരുന്നു. സ്ഥലനാമത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും ചെറുപുഴയും ഇരവഞ്ഞിപ്പുഴയും സന്ധിക്കുന്ന മുക്ക് മുക്കമായതാവാം എന്ന അഭിപ്രായമുണ്ട്. മേലെ മുക്കം, ചെറിയ മുക്കം, വലിയ മുക്കം, പുഴായി മുക്ക്, നീരിലാക്കൽ മുക്ക് എന്നീ പേരുകളാലും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നതായി പഴമക്കാർ സൂചിപ്പിക്കുന്നു. നെല്ലാക്ക മുക്ക് ചന്തയിൽ നിന്ന് നേരിട്ട് ഇറങ്ങുന്നതാണ് നെല്ലാക്ക മുക്ക്. മറ്റേ നെട്ടിന് അങ്ങോട്ട് ഇറങ്ങുന്നതാണ് മൊക്കത്തെ കടവ്. നില മൊക്കം, ചെറിയൊക്കെ, വലിയൊക്കത്ത്. നീരിലാക്ക് മുക്കം എന്ന് പറഞ്ഞാൽ നീരായിട്ട് ബന്ധപ്പെട്ടതാണ് അധികം. ഈ ഭാഗം ഈ മുക്കത്തിന് മുഴുവൻ നനയ്ക്കുന്നുണ്ട്. കിഴക്കേ ഭാഗവും തെക്കേ ഭാഗവും വടക്കേ ഭാഗം ഒരു ഭാഗം മാത്രമാണ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീരിലാക്ക് എന്ന് പറഞ്ഞാൽ നീര് ഒഴുകി ചുറ്റോട്ടിട്ടും അതിനെ ചുറ്റുപാടുമുള്ള പല സസ്യങ്ങളെ സമൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഇരുകരകളിലും തന്നെ. ഇന്ന് കാണുന്ന മുക്കം മുക്കത്ത് എന്നു പേരുള്ള ഒരു പഴയ തറവാടിന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും പറയപ്പെടുന്നു. 1809 റവന്യൂ വിഭജനമനുസരിച്ച് പുഴവായി ഹൊബിളി എന്ന നാട്ടുഭരണത്തിന് കീഴിലായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ ആധിപത്യത്തിലായിരുന്നെങ്കിലും മണ്ണിലടത്ത് നായന്മാരുടെ മേൽക്കോയ്മയിലായിരുന്നു ഈ ഗ്രാമം. മുക്കം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെ മണ്ണിലടം തറവാട്ടിൽപ്പെട്ടതും പിന്നെ വട്ടോളി അമ്പലം വക ഉള്ള സ്ഥലങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നെ മുക്കത്ത് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഞങ്ങൾക്ക് വന്ന് ഇരിക്കാനും പാട്ടം പിരിക്കാനും അതിനൊക്കെ ആയിട്ട് ഉള്ള സ്ഥലമായിരുന്നു. അത് കാലക്രമത്തിൽ വായിച്ച് ഇവിടെ ഒരു പാർട്ടിക്ക് കിട്ടി. ആ പാർട്ടി വേറൊരാൾക്ക് കൊടുത്ത് അങ്ങനെ കൈമാറിപ്പോയതാണ്. 65 ഇവിടെ തറവാടിൻ്റെ ഭാഗം നടക്കുമ്പോൾ അന്നത്തെ അവസാനത്തെ 41 മെമ്പേഴ്സാണുള്ളത്. അതിൽ അന്ന് അവസാനത്തെ മെമ്പർ അന്ന് നമ്മളെ റെക്കോർഡ് പ്രകാരം അമ്മേൻ്റെ പേരാണുള്ളത്. പേരിടാത്ത ആൺകുട്ടി എന്നാണ് അന്നുള്ളത്. അത് ഇന്നത്തെ തറവാട്ടിൻ്റെ കാരണവരാണ്, എൻ്റെ നേരെ അമ്മാവനാണ്. അതിൽ അന്നത്തെ അവസാനത്തെ മെമ്പറാണ് ഞാൻ. അതിൻ്റെ താഴെയുള്ള ആളുകൾക്കൊന്നും തന്നെ അന്നത്തെ ഭാഗത്തിൽ ഇതുണ്ടായിരുന്നില്ല. വെള്ളരിമലയിലെ ഹൃദയത്തുടിപ്പുകൾ ആവാഹിച്ചുകൊണ്ട് കിഴക്കോട്ടൊഴുകുന്ന ഇരവഞ്ഞിപ്പുഴയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മുക്കത്തെ തൃക്കടമണ്ണ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മതേതരത്വത്തിന്റെ ഉത്സവമായി ഈ ഗ്രാമം ഇന്നും നിലനിർത്തിപ്പോരുന്നത് മുക്കത്തിന്റെ പ്രത്യേകതയാണ്. വളരെ പൂർവികമായി ജനവാസമുണ്ടായിരുന്നെങ്കിലും 1900 ആണ്ടിൽ ഈ ഗ്രാമത്തിൽ 200ഓളം വീടുകളും 800ഓളം ആളുകളുമാണുണ്ടായിരുന്നത്. എന്നാൽ 2001 സെൻസസ് പ്രകാരമുള്ള കണക്ക് 7376 വീടുകളാണ്. ജനങ്ങളാവട്ടെ 35,137 വർദ്ധിച്ചു. ഈ ഗ്രാമത്തിന്റെ വിസ്തീർണം 31.25 ചതുരശ്ര കിലോമീറ്ററാണ്. മുക്കത്തിന്റെ കിഴക്കും തെക്കും ഇരുവഴിഞ്ഞിപ്പുഴ അതിരിടുമ്പോൾ പുഴയോട് ചേർന്ന വടക്ക് ഓമശ്ശേരി പഞ്ചായത്തും പടിഞ്ഞാറ് ചാത്തമംഗലം പഞ്ചായത്തും അതിരുകളായി തീരുന്നതാണ് ഇന്നത്തെ മുക്കം ഗ്രാമം. മുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും പ്രവർത്തിച്ച മൺമറഞ്ഞ മഹാരഥന്മാരെ നമുക്ക് സ്മരിക്കാം. മുക്കം ഗ്രാമത്തിന്റെ ഭാഗമായ വിവിധ ഉപഗ്രാമങ്ങളുടെ പഴയകാല അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പുരാതന കാലത്ത് അഗസ്ത്യമുനി തപസ് ചെയ്ത സ്ഥലമെന്ന് പറയപ്പെടുന്ന അഗസ്ത്യമൊഴിക്ക് അത്തിമരമുണ്ടായതിനാൽ അത്യമൊഴി എന്നും പഴമക്കാർ പറഞ്ഞു വരുന്നു. ഇത് കുടിയേറ്റ മേഖലയുടെ ആദ്യ കവാടമായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് തന്നെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് മണാശ്ശേരി.
ഈ ഉപഗ്രാമത്തെ മന്നശ്ശേരി എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. 1957 മണാശ്ശേരി പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. മുക്കം പഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ മണാശ്ശേരി അതിലേക്ക് ലയിക്കുകയാണുണ്ടായത്. 1945 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മലബാറിലെത്തിയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കൊടിയത്തൂരിലെ പ്രസംഗം കഴിഞ്ഞ് മടങ്ങവേ പൊറ്റശ്ശേരിയിൽ മരിച്ചു വീണു. ഈ ധീരദേശാഭിമാനിയുടെ പാദസ്പർശമേറ്റതിലൂടെ ഈ ഗ്രാമം ചരിത്രത്തിൽ ഇടം പിടിച്ചു. പ്രവാസികളുടെ നാടെന്നറിയപ്പെടുന്ന ചേന്നമംഗലൂർ ഗ്രാമം കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും ആസ്ഥാനമായിരുന്നു. ഇവിടുത്തെ ഉദയമംഗലം ജുമാഅത്ത് പള്ളി നൂറ്റാണ്ടിന്റെ സാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നു. പ്രസിദ്ധമായ പാട്ടുത്സവം ഇന്നും തുടർന്നു പോരുന്ന ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലമാണ് വട്ടോളി. പാരമ്പര്യ ചികിത്സകളും മന്ത്രവാദവും നടത്തിപ്പോരുന്ന ഇല്ലങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് മുത്താലം. പണ്ട് മുതൽ തന്നെ വില്ലേജായി നിലനിന്നു പോന്ന സ്ഥലമാണ് നീലേശ്വരം. കുടിയേറ്റ മേഖലയിലേക്കുള്ള പ്രധാന കവാടമാണ് തോട്ടത്തിൻ കടവ്. കുടിയേറ്റ മേഖലയിലേക്കുള്ള ഗതാഗതം ആദ്യമായി തുടങ്ങിയത് ഇതുവഴിയാണ്. ഇത് കച്ചേരി. പണ്ട് കച്ചേരി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. കൂടാതെ മാമ്പറ്റ, പുൽപ്പറമ്പ്, മുത്തേരി, കാഞ്ഞിരമുഴി, പൂളപ്പൊയിൽ, തൂങ്ങുംപുറം, ആലുംതറ, തെച്ചിയാട്, കല്ലുരുട്ടി എന്നീ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുന്ന മുക്കം ഗ്രാമം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 1700-ാം ആണ്ടിൽ മൈസൂരിൽ നിന്നും ടിപ്പുവിന്റെ പടയോട്ടം നമ്മുടെ ഗ്രാമമായ അമ്പലക്കണ്ടി വഴി തൂങ്ങുംപുറത്തെത്തി. അവിടെ നിന്നും രണ്ടായി പിരിഞ്ഞ് മുത്താലം, മണാശ്ശേരി, പൊറ്റശ്ശേരി, പുൽപ്പറമ്പ്, ചേന്നമംഗലൂർ വഴിയും മറ്റൊരു ശാഖ വട്ടോളിപ്പറമ്പ്, മാമ്പറ്റ, കച്ചേരി, ചേന്നമംഗലൂർ വഴിയും പാലക്കാട്ടേക്ക് പോയതായി പറയപ്പെടുന്നു. രാജ്യഭരണകാലത്ത് ഉന്നത കുലത്തുള്ളവർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. എഴുത്തുപള്ളികളായിരുന്നു അന്നത്തെ അറിവിൻ്റെ സ്രോതസ്.
അയിത്തം നിലനിന്നിരുന്ന അക്കാലത്ത് അവർണർക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. മണലിലെഴുത്ത് കാലം പോയപ്പോൾ ഓലയിലേക്ക് മാറി. കുറിപ്പടിയും സൂക്ഷിച്ചു വെക്കേണ്ടിയിരുന്നവയുമെല്ലാം ഓലയിൽ എഴുത്താണി കൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. കാലാന്തരത്തിൽ മണലെഴുത്തിനും ഓലയെഴുത്തിനും സമൂഹത്തിൽ നിന്നും വിട പറയേണ്ടി വന്നു. എഴുത്തുപള്ളികളും ഗുരുകുല സമ്പ്രദായങ്ങളും മാറി. സ്കൂൾ വിദ്യാഭ്യാസമെന്ന പുത്തൻ പ്രവർത്തന രീതിയിലേക്ക് കാലം എത്തിപ്പെട്ടു. പിന്നെ എഴുത്ത് പുസ്തക രൂപത്തിലേക്ക് മാറിത്തുടങ്ങി. ചേറിൽ പണിയെടുക്കുന്ന ചെറുമക്കളെപ്പോലെ മണ്ണിൽ പണിയെടുക്കുന്ന കീഴാളവർഗക്കാരെ പോലെ വീരകഥകളും ചരിത്ര സംഭവങ്ങളും നാട്ടിലുടനീളം പാടിപ്രചരിപ്പിച്ചിരുന്ന പാണന്മാരെ പോലെ. ഒരുപാട് അവർണർക്ക് അയിത്തം മാത്രമായിരുന്നു അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് ഹിന്ദുവിനും മാപ്പിളയ്ക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു തുടങ്ങി. ഈ മുത്തശ്ശനിലൂടെ നമ്മുടെ ഗ്രാമത്തിലെ സ്കൂളുകളെ കുറിച്ച് നമുക്കറിയാം. ഇതാണ് ഞങ്ങൾ മുൻപ് പഠിച്ച സ്കൂൾ. അല്ല, ഈ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? അറിയാം, ഞങ്ങൾ പഠിച്ച സ്കൂളാണെന്ന്. അതെ, നിങ്ങൾക്കൊക്കെ അതേ അറിയൂ. അതിനപ്പുറം ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അതെന്താ മുത്തച്ഛ ഇതിന് ഇത്ര വലിയ കഥ? കഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചരിത്രം. അതെന്താ മുത്തച്ഛ? പറയാം. നമ്മുടെ ഗ്രാമത്തിലെ ആദ്യത്തെ വിദ്യാലയമാണ് ഇത്. ആയിരത്തി 1918 ഈ കെട്ടിടം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. ആയിരത്തി 1908 തിരുത്തിയിൽ പറമ്പിലെ കളപ്പുരയിലാണ് മണാശ്ശേരി ബോയ്സ് ഹിന്ദു സ്കൂൾ തുടങ്ങിയത്. പ്രാരംഭകാലത്ത് ഹിന്ദുക്കളായ ആൺകുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിച്ചിരുന്നത്. വടക്ക് നിന്ന് വന്ന ഒരു അധ്യാപകനാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് പുഴവായ് ദേശത്തിന്റെ നാടുവാഴിയായിരുന്ന മണ്ണിലിടം നായർ ദാനമായി നൽകിയ 36 സെന്റ് സ്ഥലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം കെട്ടിടം പണിയിച്ചു. കുങ്കൻ മാസ്റ്റർ, കടത്തനാട്ട് പുറമേരി കൃഷ്ണക്കുറുപ്പ്, കുട്യാപ്പു മാസ്റ്റർ, അരീപ്ര രാവുണ്ണി നമ്പീശൻ തുടങ്ങിയവർ ആദ്യകാല അധ്യാപകരായിരുന്നു.
പിന്നീട് ഈ സ്ഥാപനം ബോർഡ് എലിമെന്ററി സ്കൂളായും ഗവൺമെന്റ് LP സ്കൂളായും UP സ്കൂളായും ഉയർത്തപ്പെട്ടു. 90-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ശ്രീ പുന്നപ്പുറത്ത് അച്യുതൻ നായർ. കഴിഞ്ഞ വർഷം പുതുതായി രൂപീകരിച്ച മുക്കം ഉപജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് UP സ്കൂളാണ് മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂൾ. കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും പാഠ്യേതര രംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മുൻപന്തിൽ തന്നെയാണ് മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂൾ. സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടി വരിക. ഈ വർഷം തന്നെ 100ഓളം കുട്ടികൾ TC 7ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് TC വാങ്ങിപ്പോയപ്പോൾ ഈ വർഷം നമ്മൾ 1ാം ക്ലാസ്സിലേക്കും 5ാം ക്ലാസ്സിലേക്കുമായി 150ഓളം കുട്ടികൾ വന്നു ചേർന്നു. ഇതിന് കാരണം ഈ നാട്ടിലെ നാട്ടുകാരുടെയും PTA കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും അർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനം തന്നെ. കൃത്യമായി ഒരു രേഖ പറയുന്നില്ലെങ്കിലും മണാശ്ശേരി സ്കൂൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവഞ്ഞിപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂൾ താഴക്കോട് സ്ഥാപിക്കപ്പെട്ടത് എന്ന് പഴമക്കാർ പറയുന്നു. ഇന്നു കാണുന്ന പഴയ കെട്ടിടം 1922-ലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നും പറയുന്നു. ഇതൊരു ബോയ്സ് ഹിന്ദു സ്കൂളായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്. വലിയമ്പ്ര ഉസ്സംകുട്ടി ഹാജിയും അദ്ദേഹത്തിന്റെ സഹോദരിയും കൂടിയാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് BP ഉണ്ണിമോയിൻ, പ്രസിദ്ധ വിഷചികിത്സകൻ പാട്ടശ്ശേരി അപ്പുവൈദ്യരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെടുന്നു. ആയിരത്തി 1922 അംഗീകാരം ലഭിച്ച ഈ വിദ്യാലയത്തിൽ ഇന്ന് 130ഓളം വിദ്യാർത്ഥികളും 5 അധ്യാപകരും ഒരു പ്യൂണും ഉണ്ട്. ആയിരത്തി 1918 ചേന്നമംഗല്ലൂർ ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. വിശാലമായ പാടങ്ങളും അതിരിട്ടൊഴുകുന്ന പുഴയും ധന്യമാക്കിയ ഈ ഗ്രാമത്തിലെ പള്ളിക്കെട്ടിടത്തിലാണ് ഈ വിദ്യാലയത്തിന്റെ ജന്മം. പുല്ലാളൂർക്കാരൻ V. അബ്ദുറഹ്മാൻ മാസ്റ്ററായിരുന്നു ആദ്യകാല പ്രധാന അധ്യാപകൻ. ആയിരത്തി 1957 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഈ വിദ്യാലയത്തെ ഒരു UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായത്തിന് ഏറെ ആശ്വാസമായിരുന്ന ഈ സ്ഥാപനം ഇന്നും വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ വിദ്യാലയങ്ങളിൽ ഒന്നാണ്. ഇരുപത്തിയൊമ്പത് അധ്യാപകരും 856 വിദ്യാർത്ഥികളും ഇന്ന് ഈ സ്ഥാപനത്തിലുണ്ട്. ആയിരത്തി 1933 കച്ചേരിയിലെ എയ്ഡഡ് LP സ്കൂൾ സ്ഥാപിതമായത്.
മാമ്പൊയിൽ ശങ്കരൻ മാസ്റ്ററാണ് ഇത് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. മാമ്പൊയിൽ കൃഷ്ണൻ മാസ്റ്ററായിരുന്നു ഇവിടുത്തെ പ്രധാന അധ്യാപകൻ. ആയിരത്തി 1933 തന്നെ സ്ഥാപിച്ച മറ്റൊരു സ്കൂളാണ് മുത്താരം ALP സ്കൂൾ. താഴക്കോട് അധികാരിയായിരുന്ന കുണ്ടിയോട്ട് കൃഷ്ണൻ നായരായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. ഒരു പീഡിക മുറിയിലായിരുന്നു ഈ സ്കൂൾ തുടങ്ങിയത്. പിന്നീട് വട്ടോളിപ്പറമ്പിലെ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് അത് മാറ്റപ്പെടുകയായിരുന്നു. മാനേജരായ കുണ്ടിയോട്ട് കൃഷ്ണൻ നായർ തന്നെയായിരുന്നു പ്രഥമ അധ്യാപകൻ. ഇവിടെ ഇപ്പോൾ 273 വിദ്യാർത്ഥികളും 11 അധ്യാപകരും ഉണ്ട്. ഇത് താഴക്കോട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ. ആയിരത്തി 1939 ആഗസ്റ്റ് 1-ാം തീയതി സ്ഥാപിക്കപ്പെട്ടു. ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിച്ചിരുന്ന ഹരിജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രത്യേകമായി സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം. ആദ്യ വർഷം 15 കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിച്ചിരുന്നത്. നിത്യജീവിതത്തിന് തന്നെ നന്നേ കഷ്ടപ്പെട്ടിരുന്ന ഈ വിഭാഗത്തിന് ഭക്ഷണവും വസ്ത്രവും പഠനോപകരണങ്ങളും ഓലക്കുടയും നൽകി കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. കേരള സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കുഞ്ഞമ്പു ഈ വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. 1985 ഇതൊരു UP സ്കൂളായി ഉയർത്തി. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ 242 വിദ്യാർത്ഥികളും 9 അധ്യാപകരുമുണ്ട്. 1949 സ്ഥാപിച്ച LP സ്കൂളാണ് സെന്റ് തോമസ് സ്കൂൾ. മുക്കം പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന കല്ലുരുട്ടി എന്ന ഉപഗ്രാമത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1982 ഇത് UP സ്കൂളായി ഉയർത്തപ്പെട്ടു. റവറന്റ് ഫാദർ ജോർജ് ആയിരുന്നു ഈ സ്ഥാപനത്തിന്റെ മുഖ്യ നേതൃത്വം. ശ്രീ PT മാത്യു ആയിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ. കുടിയേറ്റ മേഖലയിൽപ്പെട്ട വിൻസെന്റ് മാത്യുവാണ് ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി. ഇപ്പോൾ ഇവിടെ 180 വിദ്യാർത്ഥികളും 11 അധ്യാപകരും ഉണ്ട്. മുക്കം ഗ്രാമത്തിലെ ആദ്യത്തെ UP സ്കൂളാണ് താഴക്കോട് AUP സ്കൂൾ. മുക്കത്തെ പൗരപ്രമുഖനായിരുന്ന ശ്രീ കൊറ്റങ്ങൽ അച്യുതൻ
1950 അഗസ്ത്യൻ മൊഴിയിൽ ഈ വിദ്യാലയം സ്ഥാപിച്ചു. എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നൽകുന്ന ഹയർ എലിമെന്ററി വിഭാഗത്തിൽപ്പെട്ട ഏക സ്കൂളും ഈ ഗ്രാമത്തിൽ ഇതായിരുന്നു. ESLC എന്ന പേരിൽ നടത്തിപ്പോന്നിരുന്ന പരീക്ഷ അക്കാലത്തെ സർക്കാർ ജോലിക്കുള്ള ഒരു അളവുകോലായിരുന്നു. ടി അബ്രഹാം മാസ്റ്റർ ആയിരുന്നു പ്രഥമ അധ്യാപകൻ. ആദ്യ വിദ്യാർത്ഥിനി കൊറ്റങ്ങൽ രാധാദേവിയും. പിൽക്കാലങ്ങളിൽ വിവിധ തുറകളിൽ പഞ്ചായത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 200 വിദ്യാർത്ഥികളും 10 അധ്യാപകരും ഉണ്ട്. അഗസ്ത്യൻമൊഴി ഓമശ്ശേരി റൂട്ടിലെ പൂളപ്പൊയിൽ എന്ന ഉപഗ്രാമത്തിലാണ് ഇന്ന് കാണുന്ന ഗവൺമെന്റ് LP സ്കൂൾ ഒരു ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ചത്. അന്നത്തെ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ PT ഭാസ്കര പണിക്കരാണ് ഈ വിദ്യാലയം അനുവദിച്ചത്. കലാകാരൻ കൂടിയായിരുന്ന ശ്രീ KG പത്മനാഭനായിരുന്നു പ്രധാന അധ്യാപകൻ. ഇപ്പോൾ ഇവിടെ 208 വിദ്യാർത്ഥികളും 7 അധ്യാപകരും ഒരു പ്യൂണും ഉണ്ട്. ആയിരത്തി 1954 വേനപ്പാറ എന്ന അതിർത്തി പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ. കുടിയേറ്റക്കാരുടെ സ്വപ്നമായ ഈ വിദ്യാലയം CMI സന്യാസ സഭയിലെ അന്തോണിയസ് വൈദികന്റെ പരിശ്രമ ഫലമായി സ്ഥാപിക്കപ്പെട്ടതാണ്. ശ്രീ ജോസ് ആയിരുന്നു ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ. KP മേരി ആദ്യ വിദ്യാർത്ഥിനിയും. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ 850 വിദ്യാർത്ഥികളും 27 അധ്യാപകരും ഉണ്ട്. ആയിരത്തി 1983 ജൂലൈ 18 ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. മണാശ്ശേരി ചേന്നമംഗല്ലൂർ റൂട്ടിലെ കുറ്റേരിമിൽ എന്ന സ്ഥലത്ത് നെല്ലിക്കുന്നിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അനാഥശാല അന്തേവാസികൾക്കായി സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം മുക്കം അനാഥശാലയുടെ കീഴിലാണ്. ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 126 വിദ്യാർത്ഥികളും 6 അധ്യാപകരും ഉണ്ട്. മുക്കം ഹൈസ്കൂൾ. ആയിരത്തി 1955 ജൂലൈ 4 ഈ വിദ്യാലയം സ്ഥാപിച്ചത്. മുക്കം ഗ്രാമത്തിലെ ആദ്യത്തെ ഹൈസ്കൂളാണ് ഇത്. മുക്കം അങ്ങാടിയിൽ നിന്നും
വെളിപ്പാടകലെ വിശാലമായ ഇരിങ്ങമ്പറ്റ കുന്നിൻപുറത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അംഗങ്ങളടങ്ങുന്ന മുക്കം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ഇത് സ്ഥാപിച്ചത്. സർവശ്രീ വി വീരാൻകുട്ടി ഹാജി പ്രസിഡന്റും പാലക്കടവത്ത് ഗോവിന്ദൻ വൈസ് പ്രസിഡന്റും BP ഉണ്ണിമോയിൻ സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കൊറ്റങ്ങൽ അച്യുതൻ, വി കുഞ്ഞാലി ഹാജി, VP കുഞ്ഞാലി ഹാജി, പെരുമ്പടപ്പിൽ ദാരുക്കുട്ടി, ലങ്കയിൽ അപ്പു, പറശ്ശേരി മമ്മദ്, വയലിൽ കുട്ടിമാൻ ഹാജി, പാലിയിൽ അപ്പു തുടങ്ങിയവർ ഈ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. ഈ സൊസൈറ്റി തന്നെയായിരുന്നു ഇതിന്റെ മാനേജ്മെന്റ്. VC അയ്യപ്പൻ എന്ന വ്യക്തി ഹൈസ്കൂളിന് സ്ഥലം നൽകിയവരിൽ പ്രമുഖനായിരുന്നു. മാർച്ചിൽ ആദ്യത്തെ SSLC ബാച്ച് പുറത്തിറങ്ങി. 80% വിജയം നേടിയ ഈ ബാച്ചിൽ TM കാർത്തിയായനി മാത്രമായിരുന്നു ഒരേ ഒരു വിദ്യാർത്ഥിനി. ഈ സ്കൂളിലെ പ്രഥമ വിദ്യാർത്ഥി പ്രശസ്ത സ്പോർട്സ് ലേഖകനും സാമൂഹ്യ സാംസ്കാരിക കലാപ്രവർത്തകനുമായിരുന്ന VP മൊയ്തീനായിരുന്നു. കൂടാതെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ശോഭിച്ച നിരവധി വ്യക്തിത്വങ്ങൾ ഈ സ്ഥാപനത്തിന്റെ സംഭാവനയായി സമൂഹത്തിലുണ്ട്. വളരെ ശോചനീയ അവസ്ഥയിലായ ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 298 വിദ്യാർത്ഥികളും 21 അധ്യാപകരും മാത്രമാണ് ഉള്ളത്. മുക്കം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ മേഖലയിലുള്ള ഒരേ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണിത്. പെരിങ്ങാട്ട പീടികയുടെ മുകളിൽ ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് ഇതിന്റെ തുടക്കം. കണാരൻ മാസ്റ്റർ ആയിരുന്നു പ്രഥമ അധ്യാപകൻ. പിന്നീട് ഇത് പൂളപ്പൊയിൽ പള്ളിയുടെ സമീപത്തേക്ക് മാറ്റി. ഇമ്മാത്തുമ്മയുടെ പറമ്പിൽ ഒരു ഷെഡ് കെട്ടി പ്രതിമാസം 2.5 ഉറുപ്പിക വാടക നിശ്ചയിച്ച് ക്ലാസുകൾ ആരംഭിച്ചു. തുടർന്ന് ഇപ്പോൾ വിദ്യാലയം നിൽക്കുന്ന സ്ഥലം കോൽക്കാരൻ കൃഷ്ണൻ നായർ വാങ്ങി അവിടെ ഒരു ഷെഡ് കിട്ടിയെങ്കിലും അന്ന് രാത്രി തന്നെ അത് നിലംപതിച്ചു. പിന്നീട് ഈ സ്ഥലം കടുങ്ങമ്പലത്ത് രാമൻ നായരുടെ ഉടമസ്ഥതയിലായി. ആയിരത്തി 1936 ഒരു ഓടിട്ട കെട്ടിടം നിർമ്മിക്കുകയും 1940 അതിനടുത്തായി T ഷേപ്പിൽ മറ്റൊരു കെട്ടിടം കൂടി പണിയിപ്പിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം 8ാം തരം വരെയുള്ള ഒരു UP സ്കൂളായി ഉയർത്തപ്പെട്ടു. ഇത് ഹൈസ്കൂളായി മാറി.
സർവശ്രീ എരഞ്ഞിക്കൽ ശങ്കരൻ നായർ, പടിഞ്ഞാറയിൽ ബാലൻ മാസ്റ്റർ, കൊറ്റിവട്ടത്ത് താഴത്ത് കുഞ്ഞുണ്ണി നായർ, കുന്നുമ്മിൽ മുഹമ്മദ് എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ ശ്രമത്തിൻ്റെ ഫലമായി 3 ഏക്കർ 10 സെന്റ് സ്ഥലം വാങ്ങി സർക്കാരിലെ ഏൽപ്പിക്കുകയും ക്രമാനുഗതമായി ഈ വിദ്യാലയം ഇന്നത്തെ നിലയിലെത്തിച്ചേരുകയും ചെയ്തു. ൽ ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ടു. രാമൻ കർത്ത, ജോൺ ജെ മറ്റം, ജോസഫ് ജോർജ്, ടി സുബ്രഹ്മണ്യൻ തുടങ്ങി പ്രഗത്ഭമതികളായ ധാരാളം അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് ജന്മം നൽകിയ വി മൊയ്തീൻ കോയ ഹാജി 1956 സ്ഥാപിച്ച യത്തീംഖാനയുടെ വിദ്യാഭ്യാസ ശ്രേണിയിലെ മറ്റൊരു കണ്ണിയാണ് ഈ സ്ഥാപനം. LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ എന്നീ നിലകളിലേക്ക് ഇത് വളർന്നു പന്തലിച്ചു. ആയിരത്തി 1993 വരെ ഇതൊരു മിശ്ര വിദ്യാലയമായി മുക്കത്ത് പ്രവർത്തിച്ചു. 1993 സെപ്റ്റംബർ മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗമായി മാറി. ആൺകുട്ടികളുടെ വിഭാഗമായ MKH MMO ബോയ്സ് ഹൈസ്കൂൾ 1994 ഏപ്രിൽ 9 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ET മുഹമ്മദ് ബഷീർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഒറ്റശ്ശേരിക്കടുത്ത് MAMO കോളേജ് സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കുന്നിന്റെ പടിഞ്ഞാറെ ചെരുവിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതേ മാനേജ്മെന്റിന്റെ കീഴിൽ മുക്കത്ത് ഒരു ഗേൾസ് ഹൈസ്കൂളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. പൊതുപരീക്ഷകളിൽ തുടക്കം മുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചേന്നമംഗല്ലൂർ ഹൈസ്കൂൾ 1964 സ്ഥാപിതമായി. പരേതനായ KC അബ്ദുള്ള മൗലവി, വി ഉമ്മർ ഹാജി, KP മുഹമ്മദ് ഹാജി, KT അഹമ്മദ് കുട്ടി, PC മുഹമ്മദ് സഗീർ മൗലവി എന്നിവർ അംഗങ്ങളായ ചേന്നമംഗല്ലൂർ എഡ്യൂക്കേഷൻ കമ്മിറ്റിയായിരുന്നു സ്കൂളിന്റെ മാനേജ്മെന്റ്. വി ഉമ്മർ ഹാജിയായിരുന്നു സ്കൂളിന്റെ ആദ്യ മാനേജർ. മൂന്ന് ഏക്കർ വിസ്തീർണമുള്ള സ്ഥലത്ത് 6 റൂമുകളുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു സ്കൂളിന്റെ ആരംഭം. പ്രഗത്ഭനായ ഉളിയിൽ സ്വദേശി വി മാഞ്ഞു മാസ്റ്റർ ആയിരുന്നു പ്രഥമ ഹെഡ് മാസ്റ്റർ. ആയിരത്തി 1967 ആദ്യ SSLC ബാച്ച് പുറത്തിറങ്ങി. 1967 മുതൽ സ്കൂൾ മാനേജ്മെന്റ് ഇസ്ലാഹിയ അസോസിയേഷന് കീഴിലായി. +2 പരീക്ഷയുടെ ആദ്യ ബാച്ച് 92% വിജയത്തോടെ പുറത്തിറങ്ങി. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഹൈസ്കൂളുകളിൽ ഒന്നാണിത്. കുന്നമംഗലം വിദ്യാഭ്യാസ ഉപജില്ല നിലവിൽ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായെങ്കിലും 111ഓളം സ്കൂളുകൾ ഉള്ളതുകൊണ്ട് മലയോര മേഖലകളിലെ സ്കൂളുകളിലേക്ക് എത്തിപ്പെടാനും അതിൻ്റെ ഇൻസ്പെക്ഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കുന്നമംഗലം ഏരിയയ്ക്ക് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടതുകൊണ്ട് മുക്കം ഏരിയയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ അധ്യാപക സംഘടനകളുടെയൊക്കെ നിരന്തരമായ കഴിഞ്ഞ 30 വർഷക്കാലത്തെ
ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് 2005 ആണ്ട് ഓഗസ്റ്റ് 13 മുക്കത്തൊരു പുതിയ വിദ്യാഭ്യാസ ഉപജില്ല രൂപീകൃതമായത്. അന്നത്തെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജനാബ് ഇ.ടി. മുഹമ്മദ് ബഷീർ സാറാണ് 2005 ഓഗസ്റ്റ് 13 മുക്കം വിദ്യാഭ്യാസ ഉപജില്ല ഉദ്ഘാടനം ചെയ്തത്. മുക്കം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിനു മുകളിൽ ബാങ്ക് അധികൃതർ സൗജന്യമായി അനുവദിച്ചു തന്ന കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുന്നമംഗലം നിയോജക മണ്ഡലം MLA ശ്രീ UC രാമൻ അവരുടെ അശ്രാന്ത പരിശ്രമം പൂവണിഞ്ഞുകൊണ്ടാണ് ഈ ഓഫീസ് നിലവിൽ വന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും സസന്തോഷം കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നു. മുക്കം വിദ്യാഭ്യാസ ഉപജില്ല ഓഗസ്റ്റ് 13 രൂപീകൃതമായതിനു ശേഷം വളരെ നല്ല വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. പ്രഥമ AU എന്ന നിലക്ക് ഈ നാട്ടുകാരനും കൂടിയായ ഞാൻ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ സ്കൂളുകളിലെ ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ അക്കാദമികമായ മറ്റ് കാര്യങ്ങൾ, SSIയുമായി സഹകരിച്ചുകൊണ്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പൂർവോപരി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് മുക്കം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിൽ 8ഓളം ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 47 പ്രൈമറി സ്കൂളുകളും 3 അൺഎയ്ഡഡ് റിക്കഗ്നൈസ്ഡ് സ്കൂളും 17ഓളം ഹൈസ്കൂളുകളും അടങ്ങുന്ന 67 സ്കൂളുകളാണ് മുക്കം വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ളത്. മുക്കം വിദ്യാഭ്യാസ ഉപജില്ലയിൽ 67 സ്കൂളുകളെന്ന് പറഞ്ഞതിൽ ഈ സ്കൂളുകൾ 6 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇത് മണാശ്ശേരിയിലെ MAMF കോളേജ്. പൊറ്റശ്ശേരിക്കടുത്തുള്ള നെല്ലിക്കുന്നിൻ്റെ പടിഞ്ഞാറെ ചെരുവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വീരേതിഹാസം രചിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഈ കോളേജ് അദ്ദേഹം വീരമൃത്യു വരിച്ച സ്ഥലത്തിനടുത്തു തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടത്. മുക്കം ഗ്രാമപഞ്ചായത്തിലെ ഏക ഡിഗ്രി കോളേജ് കൂടിയാണിത്. ഇത് ചേന്നമംഗല്ലൂരിലെ സുന്നിയ അറബിക് കോളേജ്. 1975 സ്ഥാപിതമായ ഈ സ്ഥാപനം 1995 എയ്ഡഡ് സ്ഥാപനമായി മാറി. കോഴിക്കോട് ജില്ലയിലെ ഈ രംഗത്തെ ഏക സ്ഥാപനം കൂടിയാണിത്. 200ഓളം വിദ്യാർത്ഥികൾ ഈ കോളേജിൽ ഇപ്പോഴുണ്ട്. ഇത് മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായിരുന്ന വി മൊയ്തീൻ കോയ ഹാജിയുടെ ശ്രമഫലമായി 1963 ഈ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിതമായി. മുക്കം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും അംഗൻവാടികളുണ്ട്. കൊമ്പത്തെ മാണിക്യമുണ്ടേ കൊമ്പയുള്ള തെന്മാ
മുത്തുകുടയുള്ള തെന്മാവ് മുറ്റത്തുണ്ടൊരു തെന്മാവ്. മൂന്ന് വയസ്സിന് മീതെയും 5 വയസ്സിന് താഴെയുമുള്ള പിഞ്ചുകുട്ടികളുടെ ആരോഗ്യ പരിപാലനവും മാനസിക വളർച്ചയുമാണ് ഇത്തരം അംഗൻവാടികളുടെ ലക്ഷ്യം. അംഗൻവാടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇവർ പറയുന്നത് കേൾക്കൂ. മുക്കം ഗ്രാമപഞ്ചായത്തിൽ ആകെ 20 അംഗൻവാടികളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ ഒരു വർക്കറും ഒരു ഹെൽപ്പറും ഉണ്ടാവും. വർക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം രാവിലെ 9:30 മുതൽ 12:30 വരെ, അതാണ് അവരുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയം. അതുവരെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുക. പിന്നെ ഹെൽപ്പറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുമ്പോൾ ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാം. അങ്ങനെയാണ് ജോലി വിഭജിച്ചതെങ്കിലും വർക്കർ ഇല്ലാത്ത സമയത്ത് ഹെൽപ്പറും ഹെൽപ്പർ ഇല്ലാത്ത സമയത്ത് വർക്കറും അതായത് ജോലി ഷെയർ ചെയ്തിട്ട് ചെയ്യണം. പിന്നെ അമ്മമാരുടെ മീറ്റിംഗ് നടത്തും. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പുകൾ, പിന്നെ കുത്തിവെപ്പുകൾ, പിന്നെ അവരുടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നടക്കുന്നത് നമ്മുടെ അംഗൻവാടികൾ വഴിയാണ്. അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മളെ ഹെൽത്തുമായിട്ട് സഹകരിച്ച് നമ്മൾ നടത്തി വരുന്നുണ്ട്. സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ അൺഎയ്ഡഡ് മേഖലയിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. ആയിരത്തി 1977 മുമ്പ് സ്ഥാപിതമായ ലോർഡ്സ് ട്യൂട്ടോറിയൽ കോളേജാണ് മുക്കത്തെ ആദ്യകാല ട്യൂട്ടോറിയൽ കോളേജ്. ഉണ്ണിക്കുന്നേൽ വർക്കിയും ഗോപിനാഥപിള്ളയും മറ്റുമായിരുന്നു പ്രാരംഭ പ്രവർത്തകർ. മുക്കം ഗ്രാമത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മുക്കം ഗ്രാമത്തിൽ ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ SSLCക്ക് തോറ്റ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ്, അന്ന് ട്യൂട്ടോറിയൽ കോളേജാണ്, അങ്ങനെ ട്യൂട്ടോറിയൽ കോളേജ് ഇല്ലായിരുന്നു. ഇവിടുന്ന് കുന്നമംഗലത്തോ അല്ലെങ്കിൽ പിന്നെ ബാലുശ്ശേരിയൊക്കെ പോയി പഠിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു. അന്ന് ഞാൻ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ, അതിൻ്റെ പേര് താഷ്കൻ ട്യൂട്ടോറിയൽ എന്ന ട്യൂട്ടോറിയൽ തുടങ്ങുകയും ആദ്യത്തെ ബാച്ചിൽ ഏതാണ്ട് 37 വിദ്യാർത്ഥികൾ വരികയും അവർ ആ ബാച്ചിൽ സെപ്റ്റംബർ പരീക്ഷയ്ക്ക് എഴുതുകയും അതിൽ 36 പേര് പാസ്സാകുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് മുക്കത്ത് ആദ്യമായിട്ട് ട്യൂട്ടോറിയൽ തുടങ്ങിയത് ഞാനാണ്. അതിൻ്റെ പേര് താഷ്കൻ ട്യൂട്ടോറിയൽ എന്നായിരുന്നു. നല്ല നിലയിൽ തുടങ്ങിയ സ്ഥാപനമായിരുന്നു ഇതെങ്കിലും അധികകാലം ഇത് പ്രവർത്തിച്ചില്ല. 1977 സ്ഥാപിതമായ ലോയൽ കോളേജിൻ്റെ സ്ഥാപകൻ പരേതനായ MK അലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ MK കോയക്കുട്ടിയായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ. MK കോയക്കുട്ടി സർക്കാർ സർവീസിൽ ചേർന്നതോടെ ഇതിന്റെ പ്രവർത്തനവും നിലച്ചു. പഴമയുടെ പാരമ്പര്യമായി ഇന്നും നിലനിൽക്കുന്ന കോളേജാണ് പാരമൗണ്ട് കോളേജ്. കരുണയറ്റ സമൂഹത്തിൻ്റെ പുറംപോക്കിൽ വലിച്ചെറിയപ്പെട്ട മാനസിക വൈകല്യം ബാധിച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് താങ്ങും തണലും നൽകി സംരക്ഷിക്കുന്ന മുക്കത്തെ ഏക സ്ഥാപനമാണിത്. മനസ്സിൽ കെട്ടുപോയ തിരിനാളങ്ങളെ ജ്വലിപ്പിച്ച് ജീവിതത്തെ ഒരു പരിധിവരെ പ്രകാശപൂരിതമാക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും നടത്തിപ്പുകാരും സമൂഹത്തിന്റെ മൊത്തം പ്രശംസ അർഹിക്കുന്നു. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മുക്കത്തെ സാമൂഹ്യ പ്രവർത്തകനായ വി കുഞ്ഞാലി ഹാജിയാണ്. ആയിരത്തി 1998 ഒരു പറ്റം ആളുകൾ ചേർന്ന് പ്രതീക്ഷ സ്കൂൾ എന്ന സ്ഥാപനത്തിന് രൂപം നൽകി. ഇന്നത് 8 വർഷം പിന്നിടുകയാണ്.
ഈ 8 വർഷത്തിനിടയിൽ വളരെയധികം പുരോഗതി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവരുടെ രക്ഷിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷ സ്കൂൾ അതിലെ കുട്ടികൾക്ക് ചിത്രരചന, ഡാൻസ് എന്നീ കലകളിലും സ്പോർട്സ് ഐറ്റംസിലും പല സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടിയായി വരുന്ന ഈ കുട്ടികളെ സ്വയം തൊഴിൽ പരിശീലിപ്പിച്ചുകൊണ്ട് അത് കുട അസംബ്ലിങ്ങും പെനോയിൽ നിർമ്മാണവും സോപ്പ് നിർമ്മാണവും പൽപ്പൊടി, ദാശമനി എന്നീ വിഭാഗങ്ങളിലും പൊടി കനറ ബാങ്ക് സംഭാവന ചെയ്ത പൊടി മിഷനിൽ കൂടി പൊടി ഉണ്ടാക്കിയും ഈ കുട്ടികളെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരല്ല എന്നാക്കി തീർക്കുന്ന ഒരു ദൗത്യമാണ് പ്രതീക്ഷ സ്കൂളിൻ്റേത്. പ്രതീക്ഷ സ്കൂളിൽ ഇന്ന് 15ഓളം ജീവനക്കാരും 75ഓളം വിദ്യാർത്ഥിനികളും പഠിക്കുന്നുണ്ട്. ഇതിന് സഹായം ഗവൺമെൻറ്റിൽ നിന്നോ യാതൊരു സഹായവും ഇതിന് ലഭിക്കുന്നില്ല. നാഷണൽ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരവും ഇതിന് ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഗ്രാൻഡായിട്ടോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ ഇതിന് ലഭിക്കുന്നില്ല. നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആയിരത്തി 1996 മുക്കം ഗ്രാമപഞ്ചായത്തിൽ മാമ്പറ്റയിൽ സ്ഥാപിക്കപ്പെട്ട ഡോൺ ബോസ്കോ ആഗോള വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോൺ ബോസ്കോ പ്രസ്ഥാനത്തിൻ്റെ മലബാർ മേഖലയിലെ ആദ്യത്തെ സ്ഥാപനമാണ്. യുവജനക്ഷേമത്തിനും പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ തൊഴിൽ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ചേന്നമംഗല്ലൂരിലെ ഇസ്ലാഹിയ കോളേജ് ഇസ്ലാഹിയ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സംഘടനയുടെ കീഴിൽ 8ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും
2 അനാഥശാലകളുമുണ്ട്. അന്തരിച്ച KC അബ്ദുല്ല മൗലവി പ്രസിഡന്റായിരുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. 1971 ആർട്സ് ആൻഡ് ഇസ്ലാമിക് കോഴ്സ് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുക വഴി പരമ്പരാഗത മതവിദ്യാഭ്യാസ രംഗത്ത് വഴിത്തിരിവ് സൃഷ്ടിച്ച സ്ഥാപനമാണിത്. നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി ഹിന്ദി വിദ്യാലയങ്ങളും മുക്കത്ത് പ്രവർത്തിച്ചു വരുന്നു. മുത്താലത്തെ വിവേകാനന്ദ വിദ്യാനികേതൻ. അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമായ വിദ്യാഭാരതിയുടെ കേരള ഘടകമാണ് ഭാരതീയ വിദ്യാനികേതൻ. ഭാരതീയ വിദ്യാനികേതൻ്റെ അനുബന്ധ സ്ഥാപനമായി 1994 മുക്കത്ത് കല്ലൂരിനടുത്ത് ഒരു വീട്ടിൽ ആരംഭിച്ച വിദ്യാലയമാണ് വിവേകാനന്ദ വിദ്യാനികേതൻ. ഇന്നത് വളർന്ന് വലുതായി മുക്കം പഞ്ചായത്തിലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു UP സ്കൂളായി വളർന്നിരിക്കുന്നു. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാനികേതൻ വിദ്യാലയങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പഠന രീതിയാണ്. പഞ്ചാംഗ ശിക്ഷണത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ അനുഷ്ഠിച്ചു പോരുന്നത്. സംസ്കൃതം, യോഗ, ശാരീരിക്, നൈതികം, സംഗീതം, ഈ 5 വിഷയങ്ങളാണ് മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ പഠിപ്പിച്ചു പോരുന്നത്. ഇവിടെ 300ഓളം വിദ്യാർത്ഥികളും 23 അധ്യാപകരും ഉണ്ട്. KMCTയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ പ്രദേശത്ത് എൻ്റെയും എൻ്റെ മക്കളുടെയും പ്രവർത്തന ഫലമായി നിരവധി പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും കൃതാർത്ഥതയുമുണ്ട്. ഇവിടെ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണം ഇതിൻ്റെ പ്രകൃതി രമണീയതയാണ്. അതുകൂടാതെ 4 ജില്ലകൾ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, ഈ 4 ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾക്കും മറ്റും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മുക്കം ഗ്രാമം. അതുകൂടാതെ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഈ പ്രചോദനം നൽകിയ വേറൊരു വസ്തുത, ഇവിടെ ഞങ്ങൾ ആദ്യത്തെ സ്ഥാപനം നടത്തുവാൻ വന്നപ്പോൾ ഇവിടെ സ്ഥലമന്വേഷിച്ച് ഇവിടുത്തെ അന്നത്തെ ഒരു സാമൂഹിക സംസ്കാര രംഗത്തെ പ്രഗത്ഭനായ മിസ്റ്റർ നാരായണൻ നായരെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കലവറയില്ലാത്ത പിന്തുണയും പ്രോത്സാഹനവും അതാണ് ഇതിൻ്റെ ബീജാപാപം കുറിച്ചത് എന്ന് പറയുന്നത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല.
KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മുക്കം പഞ്ചായത്തിൽ നടത്തുന്ന കോഴ്സുകൾ KMCT ഡെന്റൽ കോളേജിൽ 4.5 വർഷത്തെ BDS കോഴ്സ് നടത്തുന്നു. ഈ വർഷം ആരംഭിക്കുന്ന KMCT ആയുർവേദ മെഡിക്കൽ കോളേജിൽ BAMS കോഴ്സ് നടത്തുന്നു. അതിൽ 50 സീറ്റാണ് അഡ്മിഷൻസ്. നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ കോളേജ് ഓഫ് ഫാർമസി 2 തരം കോഴ്സുകളുണ്ട്. ഒന്ന് 2 വർഷത്തെ ഡിപ്ലോമ ഫാർമസി കോഴ്സ്, 4 വർഷത്തെ BPharm കോഴ്സ്. അതുകൂടാതെ 2001 സ്ഥാപിതമായ KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതാണ് ഈ പഞ്ചായത്തിലുള്ള ഏറ്റവും വലിയ KMCT ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനം. അവിടെ ഒരു വർഷത്തിൽ 480 സ്റ്റുഡൻസിന് അഡ്മിഷനുണ്ട്. 6 വ്യത്യസ്തങ്ങളായ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് അവിടെ നടത്തുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ കേരളത്തിൽ തന്നെ ആകെ 4 കോളേജുകൾ മാത്രമുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സുകളാണ് അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം അവിടെ MTech പ്രോഗ്രാം തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൂടാതെ KMCT സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ദ്വിവത്സര MBA പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് സ്ഥാപിതമായ KMCT പോളിടെക്നിക് കോളേജിൽ 3 വ്യത്യസ്തങ്ങളായ ഡിപ്ലോമ കോഴ്സുകളാണുള്ളത്. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നുള്ളതാണ്. ഈ വർഷം ചിലപ്പോൾ അവിടെ 2 അഡീഷണൽ കോഴ്സുകൾ കൂടി തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമാണ്. അതുകൂടാതെ ഞങ്ങളുടെ BEd കോഴ്സ് KMCT കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ BEd കോഴ്സ് ഉണ്ട്. അതിൽ 5 സബ്ജക്ട്സ് ആണുള്ളത്. സോഷ്യൽ സയൻസസ്, ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്. പിന്നെ KMCT ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വർഷം 50 അഡ്മിഷനാണ് നടത്തുന്നത്. അതിൽ 2/3 സീറ്റ്സ് ഹ്യൂമാനിറ്റീസിനും, 2/3 സീറ്റ് സയൻസിനും, 1/3 സീറ്റ് കൊമേഴ്സിനും. ഇത്രയുമാണ് ഇപ്പോൾ നടക്കുന്ന കോഴ്സുകൾ. ഇനി ഭാവി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ MBBS, അതോടനുബന്ധിച്ചുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി എന്നീ കോഴ്സുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതുകൂടാതെ ഇപ്പോൾ തന്നെ ഒരു നഴ്സിംഗ് സ്കൂളും മുക്കം പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു നഴ്സിംഗ് കോളേജും അടുത്ത വർഷം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ മുക്കം പഞ്ചായത്തിലും ചാത്തമംഗലം പഞ്ചായത്തിലുമായിട്ട് 80-ലധികം ഏക്കർ സ്ഥലം എക്വയർ ചെയ്തിട്ടുണ്ട്. ആ ഓരോ സ്ഥാപനത്തിനും പ്രത്യേകം അതിൻ്റെ കൺസേൺ കൗൺസിൽസ് പറയുന്നത്ര അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സ്ഥലം എക്വയർ ചെയ്തിട്ടാണ് ഈ ഓരോ പുതിയ കോളേജുകളും സ്ഥാപിക്കുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രകൃതിക്ക് ഏറ്റവും മിനിമൽ ഡാമേജസ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമേ ഞങ്ങൾ ആർക്കിടെക്ട്സിനോടൊക്കെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. ഈ മരങ്ങളുമൊക്കെ കഴിയുന്നതും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഇനിയൊരു മെഡിക്കൽ കോളേജ് വരികയാണെങ്കിൽ അതിന് ആശുപത്രിയോടനുബന്ധിച്ച് കുറേ അധികം ആളുകൾക്ക് താമസിക്കേണ്ട സ്ഥല സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടി വരും. അത് ഒരുക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിരിക്കുന്ന എല്ലാ പൊല്യൂഷൻ കൺട്രോൾ ഉപകരണങ്ങളും ആദ്യം സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ജലത്തിനോ വായുവിനോ ഒരു പൊല്യൂഷൻ ഇല്ലാത്ത വിധത്തിലായിരിക്കും ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നത്. ഞങ്ങളിപ്പോൾ നടത്തുന്ന സ്ഥാപനം തന്നെ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് നിരോധനം. ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചി പോലും അതിനകത്തേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരുപാട് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമാണ് എന്ന്
സാറിൻ്റെ അഭിപ്രായം എന്താ? എത്രത്തോളം ഗുണകരമാണെന്ന് ചോദിച്ചാൽ ഒട്ടേറെ മേഖലകളിൽ അത് ദോഷം ചെയ്യുന്നു എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസത്തിന് വരേണ്യവൽക്കരണം എന്ന് പറയാവുന്ന ഒരു സ്ഥിതി. ഉയർന്നവൻ്റെ മക്കൾ, പഠനത്തിലും സാമ്പത്തികമായും നിൽക്കുന്നവൻ്റെ മക്കൾ ഉന്നത പഠന മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ ശരിയായി ധരിച്ചുകൊണ്ടോ അവ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായി പോകുമ്പോൾ കുറേയും കൂടി ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ കൃത്യമായ അച്ചടക്കം പാലിക്കപ്പെട്ടുകൊണ്ട് നടത്തുന്നു എന്ന് വിവക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ തേടിപ്പോവുകയും അവിടങ്ങളിലെല്ലാം കൊടുക്കുന്ന തത്തമ്മേ പൂച്ച എന്ന തോതിലുള്ള അറിവുകൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് തന്നെ നേടി വിജയിക്കാൻ കഴിയുന്ന പരീക്ഷകളിലെല്ലാം ആ രൂപത്തിൽ വിജയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്നുണ്ട്. ഇത് കുറേയും കൂടി വിശദമായി കൊണ്ട് തന്നെ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സർക്കാർ എയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ അത്രമാത്രം ആകർഷകമായിരുന്നില്ല ഈ കഴിഞ്ഞ കാലഘട്ടം വരെ. അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കുന്നത് സാമൂഹികമായ സ്റ്റാറ്റസിന് കുറവാണ് എന്ന് ധരിച്ചുകൊണ്ട് അത്തരം ആളുകൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിന് കാരണമായി തീർന്നിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ തലത്തിൽ വളർന്നു വന്നിട്ടുള്ള പുതുപണക്കാരുടെ അല്ലെങ്കിൽ ഇടത്തരക്കാരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവാണ്. അവരുടെ വീക്ഷണങ്ങളെയും താല്പര്യങ്ങളെയും പരിരക്ഷിക്കത്തക്ക രൂപത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാലയങ്ങളുടെ ഭൗതികവും അക്കാദമികവുമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിതമായ തോതിൽ ഉണ്ടായിട്ടില്ല എന്നവർ നോക്കിക്കാണും. എന്നാൽ ഇന്ന് സ്ഥിതി ഇതിൽ നിന്നൊക്കെ സ്വല്പം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ മാറ്റങ്ങൾ വേണ്ടത്ര അളവിലായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ കാലത്ത് പരസ്പര ആശ്രിതമായ ഒരു ജീവിത രീതി സ്വായത്തമാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ 85% വരുന്ന ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് നല്ല 1% ആളുകൾക്ക് പരാശ്രയ ബന്ധമില്ലാതെ തന്നെ തങ്ങളുടെ ദൈനംദിന ജീവിതാവശ്യങ്ങളും മറ്റ് ജീവിതാവശ്യങ്ങളും നിർവഹിച്ചു പോകത്തക്ക സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളുണ്ട്. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആളുകൾ തമ്മിൽ ഒരു പ്രദേശത്തെ ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകളും മറ്റു പ്രദേശത്തെ ആളുകൾ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രിതമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലെങ്കിൽ പോലും തങ്ങൾക്ക് ചിലതെല്ലാം നേടിയെടുക്കാൻ സ്വയമേ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അത്തരം ഒരു അടിത്തറയിൽ അവർ പോകുമ്പോൾ സ്വാഭാവികമായും അനാകർഷകമായ ഇത്തരം വിദ്യാലയങ്ങൾ അവരുടെ കുട്ടികളെ യോജിച്ചതല്ല എന്ന ഒരു ധാരണയിലേക്ക് അവരെത്തുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രീതിയും അതോടൊപ്പം തന്നെ പരീക്ഷാ രീതികളും ഇതിനാക്കം കൂട്ടുന്നു. ഉള്ളടക്കം മാത്രം കരണ്ട് തിന്നുകൊണ്ട് അത് അപ്പടി തന്നെ ഉത്തരപേപ്പറുകളിൽ ചോദ്യങ്ങൾക്കനുസൃതമായിക്കൊണ്ട് ഉത്തരപേപ്പറുകളിൽ സൃഷ്ടിച്ചു വെക്കപ്പെടുമ്പോൾ അവൻ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി വിലയിരുത്തപ്പെടുന്ന അശാസ്ത്രീയമായിട്ടുള്ള മൂല്യനിർണ്ണയ രീതി കൂടി ഇതിന് കാരണമായി തീർന്നു. സുഖശീതളഛായയിൽ മയങ്ങുന്ന ഗ്രാമമേ, ഉണർന്നെഴുന്നേൽക്കുനിൻ കഥ കേൾക്കാന